അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു തന്ന ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ഒരു ദിക്റ് ദിവസവും ഒരാൾ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻക്ക് സ്വർഗം കിട്ടുന്നതായിരിക്കും. ഇതും വെറും ഒരു പറച്ചിലല്ല, ഇത് എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മരണം വരെ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം. വെറും 3 പ്രാവശ്യം ഈ ഒരു ചെറിയ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻക്ക് സ്വർഗം ലഭിക്കും. വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. കാരണം ഇതെല്ലാവർക്കും സാധിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച, ഒരു 10 ദിവസമൊക്കെ നമുക്കത് ഓർമ്മിച്ച് ചൊല്ലാൻ കഴിയും. പിന്നീട് അവൻ മറന്നു പോകും. കാരണം ഇത് സ്വർഗം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ചൊല്ലാൻ കഴിയുകയുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ ദിക്റ് എന്ന് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ എന്നുള്ളതാണ് ആ ദിക്റ്. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, ഇതെത്ര നിസ്സാരം, ഇതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിയാൻ കഴിയും. എല്ലാ ദിവസവും 3 തവണ 3 പ്രാവശ്യം എനിക്കത് ചൊല്ലിക്കഴിയാൻ നിസ്സാരമാണ്. ഇത് കേവലം ഒരു പറച്ചിലല്ല, ഇത് വളരെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്കത് തുടർച്ചയായിട്ട് ചൊല്ലിപ്പോകാൻ സാധിക്കുകയുള്ളൂ. അതല്ല, നിങ്ങൾക്കിത് നിസ്സാരമാണ്, ഇതൊക്കെ ചൊല്ലിയാൽ സ്വർഗം കിട്ടുമെങ്കിൽ ഒക്കെ ഞാൻ ചെല്ലാൻ റെഡിയാണ് എന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിപ്പോവുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് മറന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ സ്വർഗത്തിൽ കടക്കണമെന്ന ആഗ്രഹം മനസ്സിൽ ഉറച്ച് ഒരിക്കൽ പോലും നരകത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന ദൃഢനിശ്ചയത്തിൽ ആ ഈമാനോട് കൂടെ ചൊല്ലുകയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതാവസാനം വരെ ചൊല്ലിപ്പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ്റെ സ്വർഗത്തെ ആഗ്രഹിക്കുവാനും ആ ആഗ്രഹത്തോടു കൂടി ചൊല്ലി പതിവാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.